കുട്ടനാട് സീറ്റ് NCPയിൽ നിന്ന് CPM ഏറ്റെടുക്കുമെന്നത് തള്ളാതെ ജില്ലാ സെക്രട്ടറി ആർ നാസർ. കുട്ടനാട് സീറ്റ് CPM ഏറ്റെടുക്കില്ല എന്ന് പറയാനാവില്ല. അപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ചാവും നിലപാട്. ഇപ്പോൾ ഘടകകക്ഷിയെ ചേർത്ത് പിടിക്കും. ജില്ലയിൽ CPMലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിച്ചെന്നും ആർ നാസർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. CPMന്റെ ആലപ്പുഴ ജില്ലയുടെ അമരത്ത് വീണ്ടും ആർ നാസർ എന്നോടൊപ്പം ചേരുന്നു. വീണ്ടും ജില്ലാ സെക്രട്ടറി ആയിട്ട് വരികയാണ്. എന്താണ് മുന്നിലുള്ള വെല്ലുവിളികൾ? കഴിഞ്ഞ സെക്രട്ടറിയായി തുടർന്നപ്പോൾ ഞാൻ നടത്തിയ പ്രവർത്തനങ്ങൾ ശക്തമായി ഞാൻ മുന്നോട്ട് കൊണ്ടുപോവുക. അതാണ് എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പാർട്ടി എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ആ ചുമതല ഞാൻ കൃത്യമായിട്ട് നിർവഹിക്കും. ഇന്ന് പാർട്ടി നേരിടുന്ന വെല്ലുവിളി എന്ന് പറഞ്ഞാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഉണ്ടായിട്ടുള്ള ഒരു വെല്ലുവിളിയാണ്. അത് വേറൊന്നുമല്ല, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ കൂടെ നിന്ന ചിലർ മാറി ഞങ്ങൾക്കെതിരായി വോട്ട് ചെയ്തു. ആ വോട്ട് ചെയ്തവരെ മുഴുവൻ തിരിച്ചു കൊണ്ടുവരണം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നൊഴികെ എല്ലാം വിജയിച്ച ഒരു പാർട്ടിയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMന്റെ ഒരു അധിക സീറ്റ് കൂടി, അത് ജയിക്കുക എന്നുള്ള മാത്രമല്ല, കുട്ടനാട് സീറ്റ് കൂടി CPMന്റെ അക്കൗണ്ടിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാമോ? ഒന്നും പറയാനില്ല. ഇപ്പം അങ്ങനെ ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഹരിപ്പാട് സീറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം ജയിച്ചല്ലോ. അവിടെ NCPക്കാരും സീറ്റ് NCP ഞങ്ങൾ ജയിപ്പിച്ചില്ലേ? അപ്പുറത്ത് CPIക്കാരും സീറ്റ് CPI ഞങ്ങൾ ജയിച്ചില്ലേ? അതാണ് ഞങ്ങളുടെ പാർട്ടി. ഞങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ആളുണ്ടോ ഇല്ലയോ എന്നുള്ള നോട്ടമല്ല. അവർക്ക് സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ സീറ്റ് ആരാണ് മത്സരിക്കുന്നത് അയാളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അങ്ങനെയാണ് ആ സമീപനം. അത് സ്വീകരിക്കും. കുട്ടനാട് സീറ്റ് ഏറ്റെടുക്കുമോ? അങ്ങനെ ഏറ്റെടുക്കാൻ പറ്റുമോ? ഏറ്റെടുക്കില്ല എന്ന് പറയാൻ പറ്റുമോ? അന്ന് പറയാൻ അത് അന്നത്തെ സാഹചര്യത്തിനനുസരിച്ചാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം അനുസരിച്ച് വരുമ്പോഴത്തേക്ക് ആ ഘടകകക്ഷി അവിടെ മത്സരിച്ചാൽ വേറെ പ്രശ്നമില്ലാതെ ജയിക്കാൻ കഴിയും എന്നാണ് ഉറപ്പുണ്ടെങ്കിൽ അതങ്ങനെയായിരിക്കും. അതല്ല എന്നാണ് അന്ന് വിലയിരുത്തപ്പെടുന്നതെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ മാറ്റം വരും. അത് അന്നത്തെ സന്ദർഭത്തിനനുസരിച്ചാണ്. ഇപ്പം നമുക്ക് മുൻകൂട്ടി ഒന്നും പറയാൻ പറ്റില്ല. മുൻകൂട്ടി ഒരു കാര്യം പറയാൻ പറ്റില്ല. പുതിയ ജില്ലാ സെക്രട്ടറി ആയിട്ട് വരുമ്പോൾ പുതിയൊരു ടീം കൂടി വരുന്നു. പുതിയ ആളുകളൊക്കെ കമ്മിറ്റിയിലേക്ക് വരുന്നുണ്ട്. ഇവരെ കുറിച്ചൊക്കെ എന്താണ് സെക്രട്ടറിയുടെ ഒരു പ്രതീക്ഷ? നല്ല കരുത്തുള്ള ആൾക്കാരല്ലേ, നല്ല രാഷ്ട്രീയ സംഘടനാ ധാരണയുള്ള വർഗവിഭജന സംഘടനകളിലും മറ്റ് പ്രസ്ഥാനങ്ങളിലൊക്കെ നല്ല രൂപത്തിൽ നേതൃത്വം കൊടുത്ത് വന്നിട്ടുള്ള, നല്ല ഇരുത്തം വന്ന, നല്ല സംഘടനാ ബോധമുള്ള, രാഷ്ട്രീയ ബോധമുള്ള, ശരീരത്തിൽ കൊണ്ട് പണിയെടുക്കുന്ന സഖാക്കളാണ് ഇപ്പം പുതിയ എല്ലാം ഉൾപ്പെടുന്നത്. ചില ചെറുപ്പക്കാർ